ഈ പെൺകുട്ടിയെ വീട്ടുകാരൊരു അറേഞ്ച്ഡ് മാരേജിന് നിർബന്ധിക്കുന്നു. അവളുടെ അഭിപ്രായത്തിനൊന്നും വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ അവൾ വിഷമിച്ച് റെഡിറ്റിലൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരാളൊരു കമൻ്റ് അയച്ചു, വിഷമിക്കാതെ കുറച്ചുകൂടി സ്മാർട്ടായി ചിന്തിക്കൂ, നമ്മൾ ഡിജിറ്റൽ യുഗത്തിലല്ലേ, അയാളുടെ ഓൺലൈൻ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക്. ആ ഒരൊറ്റ ഉപദേശം അത് ശരിക്കും കാര്യങ്ങൾ മാറ്റിമറിച്ചു അല്ലേ? കാരണം പുറമേ നോക്കുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, നല്ല ജോലി, മാന്യമായ പെരുമാറ്റം, അങ്ങനെ. പക്ഷെ ഓൺലൈൻ ലോകം പലപ്പോഴും അത് വേറെ തന്നെ ഒരു ലോകമാണ്. ഇവിടെയും അതുതന്നെ സംഭവിച്ചു. അതെ, പൊതുവെ മാന്യനെന്നൊക്കെ തോന്നിയെങ്കിലും ഓൺലൈനിൽ അയാൾ എന്താ പറയാ, തീർത്തും വ്യത്യസ്തനായിരുന്നു. ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടുള്ള പെരുമാറ്റം, പിന്നെ ഈ വൈകാരികമായി ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ, ചോദിക്കാതെ തന്നെ മോശം പടങ്ങൾ അയക്കുക, സ്വയം മുറിവേൽപ്പിക്കുന്നത് ഒരു ഹീറോയിസം പോലെ സംസാരിക്കുക, പിന്നെ ഈ സമ്മതം, കൺസെന്റ് എന്ന ആശയത്തെയൊക്കെ പുച്ഛിക്കുക, സംഭാഷണങ്ങളെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഇതൊക്കെ വലിയ റെഡ് ഫ്ലാഗ്സ് ആണ്. അതെ, ഇതൊക്കെയായിരുന്നു അയാളുടെ ഒരു രീതി. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അത് എത്രത്തോളം പേടിപ്പെടുത്തുന്നതാണെന്ന്. ഇത് വെറും തോന്നലല്ല, അല്ലെങ്കിൽ തെറ്റിദ്ധാരണയല്ല എന്ന് ഉറപ്പിക്കാൻ അവളൊരു കാര്യം ചെയ്തു. ഒരു സുഹൃത്തിന്റെ ഒരു ഫേക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് അയാളുമായിട്ട് സംസാരിച്ചു നോക്കി. അപ്പോഴാണ് ശരിക്കും ആ സ്വഭാവം പുറത്തു വന്നത്. മോശം ചിത്രങ്ങൾ അയയ്ക്കുക, ഈ പോൺ കാണുന്നതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് സംസാരിക്കുക, പ്രത്യേകിച്ചൊരു അടുപ്പമോ ഫ്ലേർട്ടിങ്ങോ ഒന്നുമില്ലാതെ തന്നെ വളരെ വളരെ ടോക്സിക് ആയിട്ടുള്ള പെരുമാറ്റം. അതെ, ഈ അനുഭവത്തിൽ നിന്ന് ആ കുട്ടി പറയുന്ന ചില ഉപദേശങ്ങളുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജോലി, കുടുംബം, ഇതൊക്കെ മാത്രം നോക്കി, പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജിൽ ഒരു തീരുമാനത്തിലെത്തരുത് എന്ന്. ലിങ്ക്ഡിൻ, റെഡിറ്റ്, ഇൻസ്റ്റഗ്രാം കമന്റുകൾ എന്തിനേറെ പറയുന്നു. അപരിചിതരോട് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ സംസാരിക്കുന്നു എന്നതുപോലും ഒരാളുടെ ശരിക്കുള്ള സ്വഭാവം കാണിക്കുമെന്നാണ് അവൾ പറയുന്നത്. ശരിയാണ്, അതൊരു നല്ല പോയിന്റാണ്.